ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ EVS ആണ് കേട്ടോ. അതിൽ 8th ചാപ്റ്ററായ യെസ്റ്റർ ഇയേഴ്സ് ആൻഡ് നൗ, ഇന്നലെയും ഇന്നും. എന്താണ് ഇന്നലെ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയും ഇപ്പോൾ ഉള്ള അവസ്ഥയും എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ കുട്ടി ചോദിക്കുന്നത് നോക്കിയേ. ഗ്രാൻഡ് ഫാദർ വാസ് മൈ സ്കൂൾ എ താച്ച്ഡ് ഷെഡ് വിത്ത് എ ബാംബൂ പ്ലൈ വാൾസ് ഇൻ ദ പാസ്റ്റ് അല്ലേ. കുറേ കാലം മുമ്പ് എന്താണ് എൻ്റെ സ്കൂൾ എന്താണ് ബാംബുവിൻ്റെ പന ഉണ്ടല്ലോ, പന കണ്ടില്ലേ, മുളയൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അപ്പൂപ്പ എന്താ പറയുന്നത് നോക്കിയാൽ, യെസ് ഡിയർ, അറ്റ് ദാറ്റ് ടൈം ദ ഫ്ലോർ ഓഫ് ക്ലാസ് റൂംസ് വെർ നോട്ട് കോൺക്രീറ്റഡ് ആൻഡ് യൂഷ്വലി ഫൈൻ സോയിൽ ഡസ്റ്റ് കവേർഡ് ദ ഫ്ലോർ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അതെ എന്താണ് ഈ ക്ലാസ് റൂമിൻ്റെ ഒക്കെ ഫ്ലോർ എന്ന് പറയുന്നത് എന്തായിരുന്നു അന്ന് കോൺക്രീറ്റ് ഒന്നും ചെയ്തതല്ല അല്ലേ. എന്താണ് സാധാ മണ്ണ് അല്ലേ, മണ്ണും പൊടിമണ്ണും ഒക്കെ ഉള്ള ഒരു ഫ്ലോർ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെന്നാണ് അപ്പൂപ്പൻ പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താ ഒരു ഡയറിയാണ് അല്ലേ. മൈ സ്കൂൾ എന്താണ് എൻ്റെ സ്കൂൾ. ഇപ്പം സ്കൂൾ എന്താണ്, മൈ സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ദ വില്ലേജ് ഇൻ 1954 അല്ലെ. 1954 എന്ത് എൻ്റെ സ്കൂള് ഉണ്ടാക്കിയത് അല്ലേ. The first building was built using locally available materials such as dried coconut leaves and the wood of areca palm അല്ലേ. എന്താണ് ആദ്യത്തെ ഈ ബിൽഡിങ് ഇങ്ങനെ കോൺക്രീറ്റ് ഒന്നും അല്ല അല്ലേ. എന്താണ് ആദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള, അവിടെ ലഭ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അല്ലേ. എന്തൊക്കെയായിരുന്നു ഡ്രൈഡ് കോക്കനട്ട് ലീവ്സ് അല്ലേ. എന്താ ഡ്രൈഡ് കോക്കനട്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഓല. ഓക്കെ, ഉണങ്ങിയ ഓല ഉപയോഗിച്ചിട്ടായിരുന്നു എന്ത്, ഉണങ്ങിയ ഓലയും കോക്കനട്ട് ലീവ്സും പിന്നെ എന്താണ് വുഡ് ഓഫ് എ അർക്കാ പാം അല്ലേ. വുഡ് ഓഫ് അർക്കാ പാം എന്ന് പറഞ്ഞാൽ എന്താണ് കവുങ്ങ് അല്ലേ. കവുങ്ങൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു എന്ത് അന്ന് സ്കൂൾ ഉണ്ടാക്കിയത്. അറ്റ് ദാറ്റ് ടൈം ആ സമയത്ത് സ്കൂൾ സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ബൈ അപ്പോയിൻറ്റിങ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ഓഫ് ദ വില്ലേജ് ഇറ്റ് സെൽഫ് ആസ് ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചറായിട്ട് അവിടെ ആരെയാണ് തിരഞ്ഞെടുത്തന്ന്, അന്ന് എന്താണ് അവിടെ വിദ്യാഭ്യാസമുള്ളൊരു ആൾക്കാർ ആരാണോ അവരെയാണ് എന്താക്കിയിരുന്നത് അവിടുത്തെ ടീച്ചേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ദോസ് ഡേയ്സ് പീപ്പിൾ ഹാഡ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ടു അറ്റൻഡ് സ്കൂൾ. അന്നൊക്കെ എന്താണ് കുറേ ദൂരത്തു നിന്ന് എന്താക്കണം, ആൾക്കാർക്ക് നടന്നു വരണം അല്ലേ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ എന്താണ് ആൾക്കാരെന്താണ് ഒരുപാട് ദൂരം നടന്നൊക്കെയാണ് എന്ത് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നത് അല്ലേ. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ എവറി വൺ ടു ഡു സോ. അപ്പോൾ ഇതെല്ലാവർക്കും എന്താണ് പറ്റൂലായിരുന്നു. ആൻഡ് ഹെൻസ് മെനി ഓഫ് ദ വില്ലേജസ് കുഡ് നോട്ട് അറ്റൻഡ് ദി സ്കൂൾ. അതുകൊണ്ട് എന്താക്കി കുറേ വില്ലേജസിന് എന്താക്കാണ് സ്കൂളിൽ എന്താണ് വരാൻ കഴിഞ്ഞില്ല. ദ സ്കൂൾ വാസ് ടേക്കൺ ഓവർ ബൈ എന്താണ് ദ ഗവൺമെൻറ് ഇൻ 1964. അപ്പോൾ സ്കൂൾ എന്താക്കി 1964 ഗവൺമെൻറ് ഏറ്റെടുത്തു. 1954 എന്ത് സ്കൂൾ ഉണ്ടാക്കിയത്, 1964 ഗവൺമെൻറ് ആ സ്കൂൾ ഏറ്റെടുത്തു അല്ലേ. ലേറ്റർ മോർ ബിൽഡിങ്സ് വെർ ബിൽഡ് ഫോർ ദ സ്കൂൾ അല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താക്കി ഈ കുറേ ബിൽഡിങ്സുകളൊക്കെ എന്താക്കി സ്കൂളിൽ വേണ്ടി ഉണ്ടാക്കി. ഡ്യൂറിങ് ദാറ്റ് ടൈം എ ബ്രിഡ്ജ് വാസ് ബിൽഡ് across the river in the village which helped more students to attend the school അല്ലേ. അപ്പോൾ എന്താണ് ആ സമയത്ത് എന്താണ് ഡ്യൂറിങ് ദാറ്റ് ടൈം ആ സമയത്ത് എന്താണ് ഒരു ബ്രിഡ്ജ് പറഞ്ഞാൽ എന്താണ് പാലം അല്ലേ. പാലം ഉണ്ടാക്കി പുഴേൻ്റെ മുകളിലൂടെ എന്താക്കി ആ വില്ലേജിലുള്ള പുഴേൻ്റെ മുകളിലൂടെ പാലം ഉണ്ടാക്കി അല്ലേ. അതെന്താക്കി പുഴേൻ്റെ അപ്പുറമുള്ള കുട്ടികൾക്കൊക്കെ ക്ലാസ്സിലേക്ക് വരാനും എളുപ്പമായി. സ്റ്റുഡൻസ് ടു അറ്റൻഡ് ദ സ്കൂൾ. ഡ്യൂറിങ് ദാറ്റ് ടൈം ആ സമയത്ത് ഹാഫ് ഓഫ് ദ ക്ലാസ്സസ് വെർ ഹെൽഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് റിമൈനിങ് ഇൻ ദ ആഫ്റ്റർനൂൺ അല്ലേ. എന്താണ് അന്നൊക്കെ എന്താണ് പകുതി ക്ലാസ് രാവിലെയും മോർണിംഗിലും ബാക്കിയുള്ളത് എത്രയാണ് ഉച്ചക്ക് ശേഷവുമായിരുന്നു അല്ലേ. കാരണം എന്തുകൊണ്ടാണ് രാവിലെ കുറച്ച് ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ക്ലാസ് എടുത്ത്, ബിക്കോസ് ദർ വെർ നോട്ട് ഇനഫ് നമ്പർ ഓഫ് ക്ലാസ് റൂം അല്ലേ. അപ്പോൾ അന്ന് എന്താണ് കുറേ ക്ലാസ് റൂം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, കുറച്ച് ക്ലാസ് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താക്കി പകുതി കുട്ടികൾക്ക് അന്ന് രാവിലെയും പകുതി ക്ലാസ്സിന് എന്താക്കി ഉച്ചയ്ക്ക് ശേഷം എടുത്ത് അല്ലേ. കാരണം എന്താണ് അവിടെ ക്ലാസ് റൂമുകൾ എണ്ണം കുറവായിരുന്നു. ദിസ് സിസ്റ്റം കണ്ടിന്യൂഡ് ഫോർ മെനി മോർ ഇയേഴ്സ്. ഈ സിസ്റ്റം എന്താക്കി കുറേ വർഷം തുടർന്നു അല്ലേ. പിന്നെ ദ സപ്പോർട്ട് ഒബ്റ്റെയിൻ ബൈ ഫോർ റൈറ്റിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ സ്കൂൾ, ടീച്ചർ, എൽഡർ, വാർഡ് മെമ്പർ, സ്കൂൾ മാഗസിൻ, സ്കൂൾ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ആ സ്ഥലത്തുള്ള വലിയ ആൾക്കാരോട് ചോദിച്ചിട്ട്, അതായത് പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട്, പിന്നെ വാർഡ് മെമ്പേഴ്സിനോട് ചോദിച്ചിട്ട്, ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട്, സ്കൂൾ മാഗസീനും സ്കൂൾ ഡോക്യുമെൻറ്റ്സും ഒക്കെ എടുത്തിട്ട് എഴുതിയതാണ് അല്ലേ. ഓക്കെ, ദെൻ
യു ഹാവ് റീഡ് ദ ഹിസ്റ്ററി ഓഫ് ദ സ്കൂൾ പ്രിപ്പയർഡ് ബൈ സോനു. സോനു പ്രിപ്പയർ ചെയ്ത ഈ സ്കൂളിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചല്ലോ അല്ലേ? വാട്ട് ഓൾ ഇൻസിഡൻസ് ഹാവ് ബീൻ മെൻഷൻ ഇൻ ദ സ്കൂൾ ഹിസ്റ്ററി റിട്ടൺ ബൈ സോനു. അപ്പോൾ എന്തൊക്കെ ഇൻസിഡൻ്റ് ആണ് ആ സ്കൂൾ ഹിസ്റ്ററിയിൽ നിന്ന് സോനു എഴുതിയിരിക്കുന്നത്? എന്തൊക്കെ ഹിസ്റ്ററിയാണ്? അപ്പോൾ സോനു പ്രിപ്പയർ ചെയ്ത് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ദ ഇൻസിഡൻറ്റ് ഓക്കെ എന്താണ്? ദ ഇൻസിഡൻറ്റ് മെൻഷൻ ഇൻ ദ സ്കൂൾസ് ഹിസ്റ്ററി ആർ ദ സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1954. 1954 സ്കൂൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് ബിൽഡിംഗ് വാസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ. എന്താണ് ഫസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ എന്താണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടായിരുന്നു ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. എഡ്യൂക്കേറ്റഡ് വില്ലേജസ് ഫോർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു അവിടുത്തെ ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദ സ്കൂൾ വാസ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെൻറ് ഇൻ 1964. 1964 എന്ത് ഗവൺമെൻറ് ഏറ്റെടുത്തത്. എ ബ്രിഡ്ജ് വാസ് ബിൽഡ് അക്രോസ് ഇൻ ദ റിവർ ഇൻ 1971. ബ്രിഡ്ജ് എന്താണ് അവിടെ ഉണ്ടാക്കി അല്ലേ? പിന്നെ ക്ലാസ്സസ് വെർ ഹെൽഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ക്ലാസ് റൂം. എന്താണ് ക്ലാസ് നടത്തി എന്താണ് മോർണിംഗിലും ആഫ്റ്റർനൂണിലും ഇനി കാരണം എന്താണ് ക്ലാസ് റൂം കുറവായിരുന്നു കൊണ്ട്. ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് ഇയർ സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഏത് വർഷമാണ് സ്കൂൾ ഉണ്ടാക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ഏതാണ്? ദ സ്കൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് എന്താണ് 1954 എന്ന് എഴുതുക കേട്ടോ. എത്രയാണ്? 1954 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹൗ വാസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് ബിൽട്ട്. എങ്ങനെയാണ് അവിടുത്തെ ഫസ്റ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ്? ഇതവിടെ പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ബിൽഡിംഗ് വാസ് ബിൽട്ട് ലോക്കലി അവൈലബിൾ. ദ ഫസ്റ്റ് ബിൽഡിംഗ് വാസ് ബിൽട്ട് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ് സച്ച് ആസ് എന്താണ്? ഡ്രൈഡ് കോക്കനട്ട് ലീവ്സും പിന്നെന്താണ്? ദ വുഡ് ഓഫ് അർക്ക പാമും അല്ലേ? തെങ്ങോലകൾ കൊണ്ടും പിന്നെ അതുപോലെ എന്താണ് കവുങ്ങ് കൊണ്ടുമാണ് എന്ത് ഫസ്റ്റിൽ ഈ ബിൽഡിങ് ഉണ്ടാക്കിയത്. ദെൻ നെക്സ്റ്റ് ഹു ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. ആരായിരുന്നു ഫസ്റ്റ് ടീച്ചേഴ്സ്? അവിടെ എന്താണ് എഡ്യൂക്കേറ്റഡ് വില്ലേജേഴ്സ് ആയിരുന്നു അല്ലേ? ദ പേഴ്സൺ ഓഫ് ദ എന്താണ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ഇൻ ദ വില്ലേജ്. ഓക്കെ അവരാണ് എന്ത് ടീച്ചർ അല്ലേ? അപ്പോൾ എഡ്യൂക്കേറ്റഡ് വില്ലേജേഴ്സ് എന്നും കൊടുക്കാം. ഇറ്റ് സെൽഫ് ആസ് ദ ടീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ് എന്താണ്? വാട്ട് വർ ദ ബെനിഫിറ്റ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. എന്ത് ബെനിഫിറ്റ് ആണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ റിവറിൻ്റെ മേലെ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ എന്ത് നേട്ടമാണ് ഉണ്ടായത്? ആൾക്കാർക്ക് എന്താണ് വേഗം വരാൻ കഴിഞ്ഞു അല്ലേ? ബ്രിഡ്ജ് വാസ് ബിൽഡ് അക്രോസ് റിവർ ഇൻ ദ വില്ലേജ് വിച്ച് ഹെൽപ്ഡ് മോർ സ്റ്റുഡൻസ് ടു അറ്റൻഡ് ദ സ്കൂൾ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ആ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? വിച്ച് ഹെൽപ്ഡ് മോർ സ്റ്റുഡൻസ് ടു അറ്റൻഡ് ദ സ്കൂൾ. അത് എഴുതുക കേട്ടോ നിങ്ങൾ. ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ്? ഇനി നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് വാട്ട് അഡീഷണൽ ഇൻഫോർമേഷൻ ഇസ് ടു ബി ആഡഡ് ടു കംപ്ലീറ്റ് സോനൂസ് സ്കൂൾ ഹിസ്റ്ററി. ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് ആഡ് ചെയ്യുക സോനിൻ്റെ സ്കൂൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ആവാൻ? ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ. അതിന് ശേഷം സ്കൂളിൽ എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടായിന്ന്, പിന്നെ കറണ്ട് ഫീച്ചേഴ്സ് ഓഫ് ദി സ്കൂൾ, പിന്നെ ഇപ്പോൾ സ്കൂളിലത്തെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇതാ. ചേഞ്ചസ് ഇൻ ദ ലൊക്കാലിറ്റി, അതുപോലെ ആ നാട്ടിലുണ്ടായ ചേഞ്ച് എന്താണെന്നൊക്കെ എഴുതാം കേട്ടോ. Likewise, collect information group wise about the history of your school and write the school history in my environmental science diary. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്താക്കുക, നിങ്ങളെ സ്കൂൾ ഹിസ്റ്ററി എന്താക്കുക നിങ്ങൾ ബുക്കിൽ എഴുതുക കേട്ടോ. അങ്ങനെ കളക്ട് ചെയ്യുക ഓരോ എന്താണ് അവിടുത്തെ മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ട്. അതുപോലെ എന്താണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ എന്താണ് നിങ്ങൾ അച്ഛനും ഒക്കെ പഠിച്ച സ്കൂളായിരിക്കും അല്ലേ? അപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക ഇതുപോലെ നിങ്ങൾക്ക് എന്താക്കുക സ്കൂൾ ഹിസ്റ്ററി എഴുതുക കേട്ടോ. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കൂൾ ആസ് വെൽ ആസ് ദ ഹോം ലാൻഡ്. എന്താണ് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്? നമ്മളെ നാടിൻ്റെയും എന്താണ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ? നോക്കിയേ പണ്ടുള്ള സ്കൂളാണിത്. ഓക്കെ ഇപ്പോഴത്തെ സ്കൂൾ നോക്കിയേ രണ്ടും വ്യത്യാസമല്ലേ? അപ്പോൾ വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഹാപ്പൻ ടു സ്കൂൾ നൗ എ ഡേയ്സ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ സ്കൂളിനൊക്കെ സംഭവിച്ചിരിക്കുന്നത്? കോൺക്രീറ്റ് ബിൽഡിംഗ് ആയി അല്ലേ? പിന്നെ ക്ലാസ് റൂം വിത്ത് മോഡേൺ ഫെസിലിറ്റീസ് അല്ലേ? മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ ആയി ക്ലാസ് റൂമിൽ. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, കുടിവെള്ളത്തിൻ്റെ വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി ഗാർഡന്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് വന്ന്, കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് വന്ന് അല്ലേ? പിന്നെ ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ്, സ്പോർട്സ് എക്യുപ്മെൻറ്റ് അല്ലേ? അതൊക്കെ വന്നിട്ടുണ്ട്. ഇൻ യുവർ ലൊക്കാലിറ്റി ഹാവ് സച്ച് ചേഞ്ചസ് ഒക്കേർഡ് ഓൺലി ടു സ്കൂൾ. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ
സ്കൂളിൽ മാത്രമാണോ മാറ്റം വന്നത്? അല്ല അല്ലേ. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ടു ഹൗസസ് ഫ്രം യെസ്റ്റർ ഇയേഴ്സ് ടു നൗ. നോക്കൂ, നിങ്ങൾ പണ്ടുള്ള വീടും അപ്പോൾ അതുപോലെ ഇന്നത്തെ വീടും ഒന്ന് നോക്കിയാൽ പണ്ടത്തെ വീടാണിത് അല്ലേ. ആ വീടാണ് ഇപ്പോഴും ഉള്ളത്? അല്ല അല്ലേ. ഇപ്പോഴത്തെ വീട് ഇതാ ഇങ്ങനെ അല്ലേ, കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി അല്ലേ. പണ്ടത്തെ വീട് എന്താണ്, ഓലമേഞ്ഞ് ഉള്ള വീടായിരുന്നു അല്ലേ. അപ്പോൾ പ്രിപ്പയർ റിപ്പോർട്ട് അബൌട്ട് ദ ഫെസിലിറ്റീസ് പ്രസൻറ്റ് ഇൻ മോഡേൺ ഹോംസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, പുതിയ അതായത് ഇപ്പോഴത്തെ മോഡേൺ ഹോംസിൽ ഉള്ള ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് എന്താക്കുക, നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം? എന്താപ്പോൾ കോൺക്രീറ്റ് ആൻഡ് ഡ്യൂറബിൾ കൺസ്ട്രക്ഷൻ, പിന്നെന്താണ് മൾട്ടിപ്പിൾ സ്റ്റോർസ് ആൻഡ് റൂംസ് അല്ലേ, മൾട്ടിപ്പിൾ സ്റ്റോർസ് ആൻഡ് റൂംസ്, പിന്നെ മോഡേൺ പ്ലംബിംഗ് ആൻഡ് സാനിറ്റേഷൻ, പിന്നെ എന്താ വരുന്നത് നോക്കിയേ, ഇലക്ട്രിസിറ്റി ആൻഡ് ലൈറ്റിങ് അല്ലേ, ഇലക്ട്രിസിറ്റി ആൻഡ് ലൈറ്റിങ്, പിന്നെ അഡ്വാൻസ്ഡ് കിച്ചൺ അപ്ലയൻസസ്, എയർ കണ്ടീഷനിങ് ഓർ ഹീറ്റിംഗ് സിസ്റ്റംസ്, ഇൻ്റർനെറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഇതൊക്കെയാണെന്ത് പുതിയ മോഡേൺ ഹൗസിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, എന്താണ് അടുത്തത്? യു മേ ഹാവ് നോട്ടീസ് ദ മെയിൻ റോഡ്സ് ഇൻ യുവർ പ്ലേസ്, ഹൗ ബ്രോഡ്ലി ആൻഡ് സ്ട്രോങ്ലി ദേ ആർ ബിൽറ്റ്. ഇനി നിങ്ങൾ മെയിൻ റോഡ്സ് കണ്ടില്ലേ, അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തുള്ള മെയിൻ റോഡ് നോക്കുക, എന്തൊക്കെയാണ് അവിടെ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കി, എന്തുകൊണ്ടാണ്, എത്ര വീതിയിലും അതുപോലെ എത്ര സ്ട്രോങ്ങിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. വേർ ദ റോഡ്സ് ലൈക്ക് ദീസ് ഇൻ ദ പാസ്റ്റ്. ഇതുപോലെയായിരുന്നു പണ്ടത്തെ റോഡ്, ഇവിടെ ഉണ്ടായിരുന്ന റോഡ് പണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നോ? അല്ല അല്ലേ. പണ്ടുള്ള റോഡ് എങ്ങനത്തെ ആയിരുന്നു? എന്താണ് റോഡ്സ് ഇൻ ദ പാസ്റ്റ് വേർ നോട്ട് ബിൽറ്റ് ആസ് ബ്രോഡ്ലി ആൻഡ് സ്ട്രോങ്ലി ആസ് ദേ ആർ ടുഡേ. ഇന്നത്തെ പോലെ എന്താണ് നല്ല വീതിയിലും സ്ട്രോങ് ആയിട്ടൊന്നുള്ള റോഡല്ലായിരുന്നു അന്ന് അല്ലേ. അന്നുള്ള റോഡുകൾ എന്താണ് ഒരു മണ്ണിട്ട റോഡായിരുന്നു അല്ലേ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റോഡ്സ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് പണ്ടുള്ള റോഡും ഇപ്പോഴത്തും അല്ലേ. ഇതാണ് പണ്ടുള്ള റോഡാണിത്, ഇതൊക്കെ അല്ലേ. ഇതാണ് ഇപ്പോഴത്തെ അല്ലേ, നല്ല വീതിയിൽ ടാറിംഗ് ഒക്കെ ഇട്ടുള്ള റോഡുകളായിട്ടുണ്ട് അല്ലേ. വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ റോഡ്സ് ഓഫ് ഏർലിയർ ടൈംസ് ആൻഡ് ദോസ് ഓഫ് ഡേയ്സ്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് നമ്മൾ പണ്ടുള്ള റോഡിനും ഇപ്പോഴത്തെ റോഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്? ഇപ്പോഴത്തെ ഇങ്ങനത്തെ റോഡ് നമ്മൾ ചിലയിടത്തൊക്കെ കാണാം അല്ലേ, പക്ഷേ പണ്ട് ഈ റോഡ് ഇതന്നെയായിരുന്നു പണ്ടത്തെ റോഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ടാറിങ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇങ്ങനത്തെ റോഡുകളാണ് ഇപ്പോൾ ടാറിങ്ങായി മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഡിഫറൻസ് ആണ്? അപ്പോൾ എന്താണ് ഏർലിയർ ടൈംസ് റോഡ്സ് വേർ ഓഫൺ അൺപേവ്ഡ് കൺസിസ്റ്റിംഗ് അല്ലേ ഓഫ് ആലീസ്, റിഡ്ജസ് ഓഫ് ഫീൽഡ് ആൻഡ് മഡ് റോഡ്. പിന്നെന്താണ് ദ പ്രൈമറി വെഹിക്കിൾസ് വേർ ബുള്ളോ കാർട്ട് ആൻഡ് ഹോഴ്സ് കാർട്ട് അല്ലേ. അവിടുത്തെ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്താണ് കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ ആയിരുന്നു അല്ലേ. പിന്നെ ഇടവഴികളായിരുന്നു അന്ന് അല്ലേ. ഇടവഴികളും പിന്നെ ഈ വയലിലൂടെ നടക്കുന്ന വരമ്പുകളും മഡ് റോഡൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. ടുഡേ റോഡ്സ്, ഇന്നത്തെ റോഡ്സിനാണെങ്കിലോ ഹാവ് ബീൻ മോഡേണൈസ്ഡ് ആൻഡ് ആർ അണ്ടർ ഗോയിങ് ചേഞ്ചസ് ടു ബിക്കം 4 lane and 6 lane റോഡ് അല്ലേ. ഡിസൈൻ ടു അക്കോമഡേറ്റ് മോഡേൺ വെഹിക്കിൾസ് അല്ലേ. അപ്പോൾ ഇന്നത്തെ റോഡ് എന്ന് പറയുന്നത് എന്താണ് മോഡേണൈസ്ഡ് ആയിട്ടാണ് അല്ലേ. പല ചേഞ്ചുകളും വന്നിട്ടുണ്ട് അല്ലേ. 4 ലൈനും 6 ലൈനും ആയിട്ടുള്ള റോഡുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പോഴത്തെ മോഡേൺ വെഹിക്കിളിനനുസരിച്ച് എന്തായിട്ടുണ്ട് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ട് റോഡുകളിലാണെങ്കിലും. In earlier times people used to travel through alleys, the ridges of field and the like അല്ലേ. അപ്പോൾ എന്താണ് പണ്ടൊക്കെ ആൾക്കാർ നടക്കാനും യാത്ര ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതിലൂടെ ഇരുന്ന് ഇടവഴിയിലൂടെയും അതുപോലെ ഫീൽഡിലൂടെ അല്ലേ. നമ്മളെന്താണ് ഇനി പാടവരമ്പിലൂടെ പിന്നെ അതുപോലുള്ള അതിലൂടെയൊക്കെ ഇരുന്ന ആൾക്കാർ എന്താക്കിയിരുന്നത് യാത്ര ചെയ്തിരുന്നത് അല്ലേ, നടന്നിരുന്നത്. ബുള്ളോ കാർട്സ് ആൻഡ് ഹോഴ്സ് കാർട്സ് were the vehicles used in those days and they moved through the mud roads. അപ്പോൾ ബുള്ളോ കാർട്ട് അല്ലേ, കാളവണ്ടിയും കണ്ടോ ചിത്രത്തിൽ കണ്ടില്ലേ, കാളവണ്ടിയും അതുപോലെ കുതിരവണ്ടിയും ആണെന്ത് വെഹിക്കിൾസ് ആയിട്ട് അന്നൊക്കെ ഉപയോഗിച്ചിരുന്നത് അല്ലേ. മഡ് റോഡിലൂടെയാണ് അത് മൂവ് ചെയ്തിരുന്നത്, മണ്ണിട്ട റോഡിലൂടെ ആയിരുന്നു അല്ലേ. മെയിൻ റോഡ്സ് ആൻഡ് വെഹിക്കിൾസ് ഇൻ യെസ്റ്റർ ഇയേഴ്സ് അല്ലേ. മെയിൻ റോഡും അന്നത്തെ വാഹനങ്ങളും ആയിരുന്നു ഇത് അല്ലേ, കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ അല്ലേ. ബുള്ളോ കാർട്ടും ഹോഴ്സ് കാർട്ടും. കാർട്ട് കേട്ടോ, CART ഇതാ കണ്ടില്ലേ, CART കേട്ടോ. കാർട്സ്, ബുള്ളോ കാർട്സ്, പിന്നെന്താണ് ഹോഴ്സ് കാർട്സ് അല്ലേ. ഇതൊക്കെയായിരുന്നു. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ,
റോഡ്സ് ഓഫ് ഏർലിയർ ടൈംസ് ആർ നൗ അണ്ടർഗോയിങ് ചേഞ്ചസ് ടു 4-lane and 6-lane റോഡ്സ്. അന്ന് എന്താണ് അപ്പോൾ റോഡ്സ് ഓഫ് ഏർലിയർ ടൈംസ് ആർ നൗ അണ്ടർഗോയിങ് ചേഞ്ചസ് ടു 4-lane and 6-lane റോഡിൽ അന്നത്തെ റോഡിനെ അപേക്ഷിച്ച് ഇന്ന് എന്തായി 4 വരിപ്പാതയും 6 വരിപ്പാതയൊക്കെ ആയിട്ടുള്ള റോഡായി മാറി അല്ലേ? കേട്ടില്ലേ? റോഡ് എന്താ എത്ര 4 ലൈനും 6 ലൈനൊക്കെ ആയിട്ടുള്ള റോഡുകളായി മാറി അല്ലേ? ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്കസ് ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് യൂസ്ഡ് ഇൻ ഏർലിയർ ടൈംസ്. ഈ നോക്കിയേ ചിത്രങ്ങൾ നോക്കിയേ. അപ്പോൾ ഡിഫറെൻറ്റ് മോഡ്സ് അല്ലേ, നമ്മൾ അന്ന് യാത്ര ചെയ്തിരുന്ന ഡിഫറെൻറ്റ് മോഡ്സുകളായിരുന്നു ഇതൊക്കെ അല്ലേ? പണ്ട് ഇത് നോക്കിയേ പല്ലക്ക് അല്ലേ? പല്ലക്ക് എന്താണ്? ടു ബി ക്യാരിഡ് ബൈ പീപ്പിൾ. ആൾക്കാരിതിൽ കയറ്റി കൊണ്ടുപോയിരുന്നു അല്ലേ? ആൾക്കാരിതിൽ ഇരുന്നിട്ട് വേറെ എന്താണ് ആൾക്കാരിതിൽ എന്താണ് പിടിച്ചിട്ട് എന്താണ് ഒരുങ്ങാൻ നടന്നു പോകും. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ കയ്യിലിരിക്കുക അല്ലേ? ആ പല്ലക്ക് ഇത് എന്താണ് ആൾക്കാരെ കൊണ്ടുപോകുന്നൊരു ഇതായിരുന്നു അല്ലേ? വാഹനമല്ല, ഒരു ഇത് പല്ലക്ക്. ഇനി ഇതെന്താണ്? ക്യാനോ മൂവ്സ് ബൈ റോയിങ്. എന്താണ്? തോണി അല്ലേ? ഇത് ആളുകൾ എന്താ തോളിൽ ചുമക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? പല്ലക്ക് അല്ലേ? ടു ബി ക്യാരിഡ് ബൈ പീപ്പിൾ. ആൾക്കാരെന്താണ് ചുമന്ന് കൊണ്ടുപോകണം അല്ലേ ഇതിലുള്ള ആളെ. ദെൻ ക്യാനോ മൂവ്സ് ബൈ റോയിങ്. എന്താ തുഴഞ്ഞു പോകുന്ന തോണി അല്ലേ? ദെൻ നെക്സ്റ്റ് എന്താണ്? സെയിൽ ബോട്ട് മൂവ്സ് യൂസിങ് ദ വിൻഡ് അല്ലേ? എന്താണ്? പായക്കപ്പൽ എന്ന് പറയും അല്ലേ? ഇത് കാറ്റടിച്ചിട്ടാണ് ഇത് ഇതിലൂടെ നീങ്ങുക അല്ലേ? വെള്ളത്തിലൂടെ നീങ്ങുക. ദെൻ നെക്സ്റ്റ് എന്താണ്? സൈക്കിൾ റിക്ഷ പെഡൽഡ് ബൈ ദ റിക്ഷ പുള്ളർ. ഈ മുന്നിലിരിക്കുന്ന ഈ റിക്ഷ വലിക്കുന്ന ആളെന്താക്കണം? അത് പെഡല് ചവിട്ടണം അല്ലേ? എന്നാലേ എന്താക്കുള്ളൂ ഈ സൈക്കിൾ റിക്ഷ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഒബ്സർവ് ദീസ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വെഹിക്കിൾസ് ദാറ്റ് വി യൂസ് കറൻ്റ്ലി. ഇനി ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന റൈറ്റ് ദ നെയിം ഓഫ് ദ വെഹിക്കിൾസ് ദാറ്റ് വി യൂസ് കറൻ്റ്ലി. ഇപ്പോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ആണ് അല്ലേ? ഇപ്പോൾ ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ് നോക്കിയാൽ? മോട്ടോർ സൈക്കിൾ, ബസ്, ലോറി, പിന്നെന്താണ്? മെട്രോ, ഷിപ്പ്, എയറോപ്ലെയിൻ. Okay, then helicopter അല്ലേ? Now we have come to understand that there are even seaplane move both in water and air അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് എന്താക്കാം? നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്താണ് ഇപ്പോൾ സീപ്ലെയിൻ എന്താണ്? വെള്ളത്തിനും എയറിലും വരെ നമുക്ക് എന്താക്കാൻ പറ്റും? പോകാൻ കഴിയും അല്ലേ? അതിൽ യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ സീപ്ലെയിൻ വരെ എന്താണ്? വെള്ളത്തിനും എയറിലും മൂവ് ചെയ്യുന്ന സീപ്ലെയിൻ വരെ എന്താണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അപ്പാർട്ട് ഫ്രം ദിസ് വാട്ട് ആർ ദ അതർ വെഹിക്കിൾസ് ദാറ്റ് വി യൂസ് നൗ? ഇപ്പോൾ അത് കൂടാതെ നമ്മൾ എന്തൊക്കെ വെഹിക്കിൾസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്, എയറോപ്ലെയിൻ ഉപയോഗിക്കുന്നുണ്ട്, ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്, ബസ് ഉപയോഗിക്കുന്നുണ്ട്, കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആ വെഹിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വെഹിക്കിൾസ് ഒക്കെ എഴുതുക. ഏതൊക്കെ വെഹിക്കിൾസ് ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് അല്ലേ? ഫൈൻഡ് ഔട്ട് ദ പാത്ത് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് യൂസ് ഓഫ് വെഹിക്കിൾസ് ലിസ്റ്റഡ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇനി ഇവിടെ ഇതിലൂടെയൊക്കെയാണ് അത് പോകുന്നതെന്നും അതുപോലെ ആ വെഹിക്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ടേബിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തത് കാറാണ് അല്ലേ? കാർ ഇതിലൂടെയാണ് വേർ ഡു ദേ മൂവ്? ബൈ റോഡ് അല്ലേ? യൂസ് എന്താണ്? ടു ട്രാവൽ, യാത്ര ചെയ്യാൻ അല്ലേ? ഇനി ലോറി ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ലോറി എന്താണ്? ബൈ റോഡ് അല്ലേ? ടു ബ്രിങ് കാർഗോ ആൻഡ് ഗുഡ്സ്. സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ എന്താണ് ഈ ലോറി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? മൂന്നാമത്തെ എയറോപ്ലെയിൻ ആണ് അല്ലേ? അതിലൂടെയാണ് എയറിലൂടെ അല്ലേ? ഇൻ എയർ. ഓക്കെ, AIR എയറിലൂടെ അല്ലേ? ടു ട്രാവൽ, യാത്ര ചെയ്യാനാണ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് 4 എന്ത് കൊടുക്കുക? ബസ് കൊടുക്കുക അല്ലേ? ബസ് ഇതിലൂടെ പോകുന്നത് ബൈ റോഡ് എന്ന് കൊടുക്കുക അല്ലേ? എന്തിനാണ്? ടു ട്രാവൽ എന്ന് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് 5 എന്താ കൊടുക്കുന്നത് നമുക്ക്? ഷിപ്പ് കൊടുക്കുക. ഷിപ്പ് ഇതിലൂടെയാണ് ഇൻ വാട്ടറിലൂടെ അല്ലേ? എന്താണ്? ടു ട്രാവലും ഷിപ്പ്. പിന്നെ ആണെങ്കിൽ എന്താണ്? പിന്നെ അടുത്ത് എന്ത് കൊടുക്കുക? വേറെ എന്താ കൊടുക്കുക? ഇപ്പം പിന്നെന്താ? ട്രെയിൻ കൊടുക്കാം നമുക്ക് കേട്ടോ. അതിലൂടെയാണ് ഇൻ റെയിൽവേ അല്ലേ? ഇൻ റെയിൽവേ ലൈന് എന്താണ്? ടു ട്രാവൽ, ബോത്ത് ട്രാവൽ ആൻഡ് ബ്രിങ് കാർഗോ. ഓക്കെ, അത് എഴുതാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്കസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ വാട്ടർ ട്രാൻസ്പോർട്ട്. ഇനി ഈ ചിത്രം നോക്കിയേ. എന്നിട്ട് എന്തൊക്കെയാണ് ഈ വാട്ടർ ട്രാൻസ്പോർട്ടിലൂടെ എന്തൊക്കെ മാറ്റം വന്നെന്ന് നോക്കിയേ. പണ്ട് തോണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ? എപ്പം നോക്കിയേ ഇവിടെ വാട്ടർ മെട്രോ വരെ ഒന്നുണ്ട് അല്ലേ? ഡിസ്കസ് ദ എൽഡേഴ്സ് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ഹാപ്പൻ to river, lake and backwaters and write note about this in my EVS book കേട്ടോ. പുഴയ്ക്കും അതുപോലെ എന്താണ് ലേക്കിനും ബാക്ക് വാട്ടേഴ്സ് പറഞ്ഞാൽ കായലിനൊക്കെ വന്ന പണ്ടുള്ളതും ഇപ്പോഴുള്ളത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്താക്കുക? വീട്ടിലുള്ള എൽഡേഴ്സിനോടോ അല്ലെങ്കിൽ നാട്ടിലുള്ള എൽഡേഴ്സിനോടോ മുതിർന്നവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്താക്കുക? നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ട്രമെൻഡസ് ചേഞ്ചസ് ഹാവ് ഒക്കേർഡ് ഇൻ വെഹിക്കിൾസ് ഓവർ ടൈം.
ഭയങ്കര വലിയ മാറ്റങ്ങളാണ് എന്ത് വാഹനങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് അല്ലേ. ലെറ്റസ് ലുക്ക് അറ്റ് ദ പീരിയോഡിക്കൽ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദ കേസ് ഓഫ് കാർ. കാറിന്റെ കേസിലാണ് നോക്കിയാൽ വന്ന മാറ്റങ്ങൾ നോക്കിയാൽ ഈ കാറ് നോക്കിയാൽ 1910 കാറാണിത് അല്ലേ. പിന്നെ അത് 1940 1940, പിന്നെ 1957 ഇത് 1984 ഈ കാർ അല്ലേ. പിന്നെ 2000 കാറാണിത്, 2025 കാർ അല്ലേ. അപ്പം ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ കാറിന്റെ കേസിലാണ്. അങ്ങനെ എല്ലാ ഇതിലും എന്താണ് എല്ലാ വെഹിക്കിൾസിലും എന്താണ് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അല്ലേ. അറ്റ് പ്രസന്റ് ദ ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ ഓഫ് വെഹിക്കിൾസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ എ റാപ്പിഡ് പേസ് അല്ലേ. അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാഹനത്തിന്റെ ഡിസൈനിങ്ങിലും മാനുഫാക്ചറിങ്ങിലും ഒക്കെ എന്താണ് ഭയങ്കര മാറ്റങ്ങളാണ് നടക്കുന്നത് അല്ലേ. വി യൂസ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ട്രാവലിംഗ് അക്രോസ് ഗ്ലോബ് ത്രൂ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ആസ് വെൽ ആസ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അല്ലേ. നമ്മളെന്താണ് പല മോഡുകളും എന്താണ് നമ്മൾ യാത്ര ചെയ്യാണ്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഫോർ ട്രാവലിംഗ് യാത്ര ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ലാൻഡ് ത്രൂ ലാൻഡ് അല്ലേ, ഭൂമിയിൽ മൊത്തം അതായത് ലാൻഡിലൂടെ മൊത്തം എന്താണ് നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് ആണ് എന്ത് ട്രാൻസ്പോർട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ വാട്ടറിലൂടെയും എയറിലൂടെയും ഒക്കെ നമ്മൾ എന്താണ് യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തിനാണ് ഫോർ ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അല്ലേ. വേൾഡിൻ്റെ പല ഭാഗത്തു നിന്ന് എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസും എന്താണ് ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽസൊക്കെ എന്താണ് നമ്മളെന്താണ് സഞ്ചരിക്കുകയും സാധനങ്ങൾ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. എന്തിലൂടെയൊക്കെ എയറിലൂടെ ആണെങ്കിലും വാട്ടറിലൂടെ ആണെങ്കിലും ലാൻഡിലൂടെ ഒക്കെ ആണെങ്കിലും എന്താണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പല സാധനങ്ങളും എന്താണ് വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിക്കുന്നുണ്ട്, വേൾഡിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. സ്കൂൾസ് ആൻഡ് ഹൗസസ് ഹാവ് ബീൻ എക്യുപ്ഡ് വിത്ത് മോഡേൺ ഫെസിലിറ്റീസ്. സ്കൂളിലും ഹൗസസിലൊക്കെ എന്താണ് പല പുതിയ മോഡേൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അല്ലേ. റോഡ്സ് ഹാവ് ബിക്കം എക്സലൻറ്റ് ഇൻ ക്വാളിറ്റി. റോഡ്സുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ. സ്മാർട്ട് റോഡ്സ് ഹാവ് ഓൾസോ ബി കൺസ്ട്രക്റ്റഡ് റീസെൻ്റ്ലി അല്ലേ. സ്മാർട്ട് റോഡ്സ് ഒക്കെ ഈ അടുത്തായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് എന്താണ് ഇപ്പം ഉണ്ട് അല്ലേ. ദെയർ നമ്പർ ഈസ് ഓൾസോ ഇൻക്രീസിങ്. വെഹിക്കിൾസിൻ്റെ ഒക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓൾ ദീസ് ഹാവ് അപ്ഗ്രേഡഡ് അവർ ട്രാൻസ്പോർട്ടേഷൻ ആസ് വെൽ ആസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലേ. ഇതൊക്കെ എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ നമ്മളെ ജീവിതശൈലീൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡിനെ ഒക്കെ എന്താണ് ഇത് നല്ല മുൻപന്തിയിലേക്ക് ആക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ജീവിക്കുന്ന സ്റ്റാൻഡേർഡൊക്കെ കൂടുതലാക്കുന്നുണ്ട് അല്ലേ. ഇനി നോക്കിയേ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ ചിത്രം നോക്കൂ, കണ്ടുണ്ട് ഈ ചിത്രങ്ങൾ നോക്കൂ. പാം ലീഫ് മാൻസ്ക്രിപ്റ്റ് അല്ലേ. പഴയ സിനിമയിലൊക്കെ എന്താണ് താളിയോലകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പം ഇതൊന്നും കാണുന്നില്ല അല്ലേ. പിന്നെ ഇതെന്താണ് കോപ്പർ പ്ലേറ്റ് മാൻസ്ക്രിപ്റ്റ്. ഇതൊക്കെ എന്താ ഓലയിൽ എഴുതിയതാണ് കേട്ടോ. ഈ പാം ലീഫ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇത് എന്താണ് ഇത് ഓലയിൽ എഴുതിയതാണ്. ഇതെന്താണ് കോപ്പർ പ്ലേറ്റ് മാൻസ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്താണ് ഈ കോപ്പർ പ്ലേറ്റിൽ എഴുതിയതാണ്. അതുപോലെ കല്ലിൽ കൊത്തിവെച്ചത് സ്റ്റോൺ മാനുസ്ക്രിപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വയനാട്ടിലെ എടക്കൽ ഗുഹയിലൊക്കെ പോയാൽ കാണാം ഈ കല്ലിൽ കൊത്തിവെച്ച ഇത് അല്ലേ. ഓക്കെ. ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് പേപ്പർ പീപ്പിൾ യൂസ്ഡ് ടു റൈറ്റ് എ പാം ലീവ്സ്, കോപ്പർ പ്ലേറ്റ്സ് ആൻഡ് സ്റ്റോൺസ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എഴുതാൻ അങ്ങനെ കാരണം എന്താണ് പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആൾക്കാരെന്താണ് എഴുതിയിരുന്നില്ല ഇതിലൊക്കെ. പാം ലീഫിലും അതുപോലെ കോപ്പർ പ്ലേറ്റിലും സ്റ്റോണിലൊക്കെ എഴുതിയിരുന്നത് എന്താണ് പേപ്പർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആൾക്കാർ എഴുതി വെച്ചിരുന്നു അല്ലേ. എഴുതാൻ വേണ്ടിയിട്ട് എന്താണ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നതാണിത് ഈ പാം ലീവ്സും കോപ്പർ പ്ലേറ്റും സ്റ്റോണൊക്കെ. ഫൈൻഡ് ഔട്ട് ദ ഇംപ്രൂവ്മെന്റ് ഇൻ റൈറ്റിംഗ് ടൂൾസ് ഫ്രം ഓൾഡൻ ടൈംസ് ടു ദ പ്രസന്റ് ടൈം. അതുപോലെ എഴുതുന്ന ടൂൾസ് ഉണ്ടല്ലോ, അതിൽ പഴയതൊന്നും പുതിയതിലേക്ക് വന്ന വ്യത്യാസങ്ങൾ നോക്കിയാൽ വിച്ച് വർ ദ ടൂൾസ് ദാറ്റ് പീപ്പിൾ യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ ഏർലിയർ ടൈംസ്. ഏതൊക്കെ ടൂൾസ് ആണ് ആൾക്കാർ പണ്ട് എഴുതാൻ ഉപയോഗിച്ചിരുന്നത് നോക്കിയാൽ മെറ്റൽ സ്റ്റൈലസ് അല്ലേ. എന്താണ് മെറ്റൽ സ്റ്റൈലസ് എന്ന് പറയും കണ്ടോ. മെറ്റൽ സ്റ്റൈലസ് നാരായെന്ന് പറയും കേട്ടോ. നോക്കൂ. പിന്നെ ഫെദർ പെൻ തൂവൽ പേനയാണല്ലേ. പിന്നെ എന്താ ഇങ്ക് പെന്നായി, പിന്നെ ബോൾ പോയിന്റ് പെൻ അല്ലേ. ഇതാണ് പണ്ട് മുതൽ ആൾക്കാർ ഉപയോഗിച്ച എന്താണ് മെറ്റൽ സ്റ്റൈലസിന് ശേഷം ഫെദർ പെന്നായി, പിന്നെ ഇങ്ക് പെന്നായി, ഇപ്പോൾ ബോൾ പോയിന്റ് പെന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഓൾ ദ ഡിവൈസസ് വി യൂസ്ഡ് ടുഡേ ആർ ഹ്യൂമൻ ഇൻവെൻഷൻ അല്ലേ. എല്ലാ ഡിവൈസും എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസും എന്താണ് ആൾക്കാർ കണ്ടുപിടിച്ചതാണ് അല്ലേ. മനുഷ്യന്മാർ കണ്ടുപിടിച്ച ഒരു സംഭവം തന്നെയാണല്ലേ പെന്നുകളാണെങ്കിലും പെന്നുകളൊക്കെ അല്ലേ. ഇന്യൂമറബിൾ ഡിസ്കവറീസ് അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്യൂമറബിൾ ഡിസ്കവറീസ്? എത്ര കണ്ടുപിടുത്തങ്ങളാ അല്ലേ. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ. പൈപ്പ് നനയ്ക്കുന്നു അല്ലേ. വാഷിംഗ് മെഷീൻ അല്ലേ. റൈറ്റ് ദ യൂസസ് ഓഫ് ഡിവൈസസ് ഷോൺ എബവ്. നോക്കിയേ ഈ ഡിവൈസസിൻ്റെ ഒക്കെ യൂസ് എന്താണെന്നുള്ളത് നോക്കിയേ. ഹോസ് പൈപ്പ് അല്ലേ. ഹോസ് പൈപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റിങ് ദ പ്ലാന്റ്സ് അല്ലേ.
വാട്ടറിങ് ദ പ്ലാന്റ്സ് അല്ലേ, എന്താണ് പ്ലാന്റ്സ് വാട്ടർ ചെയ്യാൻ അല്ലേ, എന്താണ് വെള്ളം നനയ്ക്കാൻ. പിന്നെ വാഷിംഗ് മെഷീൻ എന്താണ് ഉപയോഗിക്കുന്നത്, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്തിനാണ്, ടു വാഷ് ദ ക്ലോത്ത് അല്ലേ. എന്താണ് ഹോസ് പൈപ്പ് ഈസ് യൂസ്ഡ് ടു വാട്ടർ പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ അല്ലേ. വാഷിംഗ് മെഷീൻ ടു വാഷ് ക്ലോത്ത്സ് ആൻഡ് അതർ ഫാബ്രിക്സ്. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ എ ടേബിൾ ഓഫ് മോഡേൺ ഡിവൈസസ് ദാറ്റ് വി യൂസ് ഇൻ അവർ ഹൗസസ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. അപ്പം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇപ്പം നമ്മളെ വർക്ക് ഈസിയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, ഫാൻ അല്ലേ. ഫാൻ എന്തിനാണ്, ഫാൻ ഈസ് യൂസ്ഡ് ടു സർക്കുലേറ്റ് എയർ ആൻഡ് പ്രൊവൈഡിങ് എ കൂളിംഗ് എഫക്റ്റ്. നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നത്, ഗ്യാസ് സ്റ്റവ് ഈസ് യൂസ്ഡ് ടു കുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അല്ലേ. റെഫ്രിജറേറ്റർ ഈസ് യൂസ്ഡ് ടു keep food and drinks cold in prevent the from എന്താണ് സ്പോയിൽ അല്ലേ, കേട് കൂടാതെ നമ്മൾ എന്താണ് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി മൈക്രോ ഓവൻ ഈസ് യൂസ്ഡ് ടു ക്വിക്ക്ലി ഹീറ്റ് ഓർ കുക്ക് ഫുഡ് അല്ലേ. നമ്മൾ ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ എന്താ പെട്ടെന്ന് ചൂടാവാനൊക്കെ മൈക്രോ ഓവൻ ഉപയോഗിക്കുന്നുണ്ട്. വാക്വം ക്ലീനർ ഈസ് യൂസ്ഡ് ടു റിമൂവ് ഡസ്റ്റ് ആൻഡ് ഡേർട്ട് ഫ്രം ഫ്ലോർസ് ആൻഡ് അതർ സർഫേസ് അല്ലേ. എന്താണ് ഫ്ലോറിൽ നിന്നും ഡേർട്ടും ഡസ്റ്റും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാക്വം ക്ലീനർ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് നോക്കിയേ, എക്സാമിൻ ദ ഗിവൺ കൺസെപ്റ്റ് മാപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ഗ്യാപ്സ്. എന്താണ് ഈ മാപ്പ് നോക്കുക, എന്നിട്ട് എന്താക്കുക, അത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതെന്താ നോക്കൂ, മോർ ടൈം നീഡഡ് ടു ഡു ദ വർക്ക് ആൻഡ് വർക്ക് ലോഡ്. എന്താണ് ടൈം നീഡഡ് ടു ഡു ദ വർക്ക് ആൻഡ് വർക്ക് ലോഡ്, എന്താണ് സമയം കൂടുതൽ എടുക്കുന്നതും അതുപോലെ എന്താണ് സമയം കുറവ് എടുക്കുന്നതുമാണ് അല്ലേ. ഇവിടെ നോക്കിയേ, ഈ കാളവണ്ടി ഇതിൽ നമുക്ക് കന്നു കൂട്ടുക എന്ന് പറയും അല്ലേ. ഇതെന്താണ് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അല്ലേ, പക്ഷേ ട്രാക്ടറാണോ ലെസ് ആണ് അല്ലേ. ഇനി നോക്കിയാൽ അരയ്ക്കുന്നത് ഇതെന്താണ് കൂടുതലാണ് എടുക്കുന്നത് അല്ലേ, മോർ ടൈം എടുക്കും അല്ലേ. ഇത് ലെസ് ടൈമാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് MORE മോർ എഴുതുക. ഇതും അതുപോലെ എന്താണ് ഇത് ലെസ് ആണ് കേട്ടോ, LESS ലെസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇതാ ഉന്തുവണ്ടി അല്ലേ, സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ല, അത് കൂടുതൽ സമയം എടുക്കില്ല അവിടെ എത്താൻ. അപ്പോൾ MORE. അപ്പോൾ ഇനി ഇതോ, ഇത് എന്താണ് വേഗം എന്താണ് വാഹനങ്ങൾ എത്തിക്കൂലേ, അപ്പോൾ എന്താണ് ഇത് ലെസ് ആണ് കേട്ടോ. ഓക്കെ, ലെസ് LESS. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഇത് മോർ കേട്ടോ, MORE അല്ലേ, മോർ. ഓക്കെ, മോർ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, എന്താണ് ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ആൻഡ് റൈറ്റ് ദം. കൂടുതൽ എക്സാമ്പിൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മേക്ക് എ ടേബിൾ ഓഫ് യൂസ്ഫുൾ ഡിവൈസസ് ദാറ്റ് യു ഫെമിലിയർ വിത്ത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദോസ് ഡിവൈസസ്. നോക്ക്, ടേബിളിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ. ഡിസ്കസ് ആൻഡ് റൈറ്റ്. നോക്കാം, ഫസ്റ്റ് മോട്ടോർ പമ്പാണ് കേട്ടോ. മോട്ടോർ പമ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ആൻ ഈസിയർ ആൻഡ് ഫാസ്റ്റർ മാനർ അല്ലേ. എന്താണ് വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കില്ല, ഈസിയർ ആയിട്ടും വേഗത്തിലും. ഇനി സ്മാർട്ട് ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ റോബോട്ട്, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, സ്മാർട്ട് ഫോൺ അലോസ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. റോബോട്ട് പെർഫോം റിപ്പീറ്റേറ്റീവ് അല്ലേ. വാഷിംഗ് മെഷീനോ എന്താണ് ഓട്ടോമേറ്റ്സ് ദ പ്രോസസ് ഓഫ് വാഷിംഗ് ക്ലോത്ത്സ് അല്ലേ. എന്താണ് ഡ്രസ്സ് അതായത് തുണികളൊക്കെ വാഷ് ചെയ്യാനൊക്കെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് അല്ലേ. റെഫ്രിജറേറ്റർ പ്രിസർവ് ഫുഡ് ഫോർ ലോങ്ങർ പീരീഡ് അല്ലേ. എന്താണ് ഫുഡൊക്കെ കുറേ നേരം എന്താണ് കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നു. Now machines do the work that was done earlier by humans or animals. ഇപ്പോൾ എന്താണ് മെഷീൻസ് ഒക്കെ എന്താണ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ആദ്യമൊക്കെ എന്താണ് മനുഷ്യന്മാരെ ആനിമൽസൊക്കെ ആയിരുന്നു എന്താക്കുന്നത് വർക്ക് ചെയ്യലുണ്ടായിരുന്നു അല്ലേ. ഇപ്പം എന്താണ് മെഷീൻസ് ആണ് എന്താക്കുന്നത് വർക്കൊക്കെ ചെയ്യുന്നത് അല്ലേ. അലക്കലൊക്കെ പണ്ട് എന്താണ് പണ്ട് വാഷിംഗ് മെഷീനൊക്കെ വരുന്നതിന് മുന്നേ എന്താണ് എന്താണ് ആൾക്കാരെന്നായിരുന്നു അലക്കലുണ്ടായിരുന്നു അല്ലേ. ഇപ്പം എന്താണ് വാഷിംഗ് മെഷീൻ ആയി അല്ലേ. അങ്ങനെ പല സംഭവങ്ങളും. ന്യൂ ഇൻവെൻഷൻസ് ഹെൽപ്പ് us to save time in addition to making work easier അല്ലേ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എന്താണ് നമുക്ക് സമയം ലാഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മളെ വർക്ക് ഈസിയർ ആക്കുകയും ചെയ്യുന്നു അല്ലേ. ഹാവ് യു ട്രാവൽഡ് ബൈ ബസ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ബസ്സസ് ആർ മാനുഫാക്ചർഡ് ഇൻ ഹ്യൂജ് ഫാക്ടറീസ്. ബസ്സൊക്കെ എന്താണ് ഉണ്ടാക്കുന്നത് എന്താണ് വലിയ വലിയ ഫാക്ടറിയിൽ നിന്നാണ് അല്ലേ. വർക്കേഴ്സ് ടു
വർക്കേഴ്സ് ഡു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ഇൻ ഫാക്ടറീസ്. ഫാക്ടറീസിൽ എന്താണ് അവിടെയുള്ള വർക്കേഴ്സ് എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബാണ് ചെയ്യുന്നത് അല്ലേ. ഡു യു നോ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ബസ്. ബസ് ഉണ്ടാക്കുകയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് എന്താ നിങ്ങൾക്കറിയോ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ്. നോക്കൂ, ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കി ഉണ്ടാക്കുന്ന സ്റ്റൈലാണല്ലേ. മെക്കാനിക് ഉണ്ട് അല്ലേ ബസ്സിൻ്റെ. പിന്നെന്താ കണ്ടില്ലേ, പമ്പ് എംപ്ലോയി ഉണ്ട്. ഇപ്പോൾ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ജോലികളാണ് അല്ലേ. മെക്കാനിക്കിന് ജോലിയുണ്ട്, അതുപോലെ പമ്പ് എംപ്ലോയിക്ക് അല്ലേ, പെട്രോൾ അടിക്കാനുള്ള അല്ലേ. പിന്നെ ടയർ കാറ്റടിക്കുന്ന ആൾക്കാർക്ക് ജോലിയുണ്ട്. പിന്നെ ഡ്രൈവർക്ക് ജോലിയുണ്ട്. ഓക്കെ, ക്ലീനറിന് ജോലിയുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട് അല്ലേ, കുറേ ആൾക്കാർക്ക് ജോലിയുണ്ട് അല്ലേ. ദ സർവീസസ് ഓഫ് മെനി പീപ്പിൾ ഈസ് റിക്വയർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസ് ആസ് വെൽ ആസ് ഫോർ മേക്കിംഗ് ദം അവൈലബിൾ ഫോർ ദ ബെനിഫിഷ്യറീസ്. എന്താണ് ദ പ്രൊഡക്ഷൻ ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസ് ആസ് വെൽ ആസ് മേക്കിംഗ് ദം അവൈലബിൾ ഫോർ ദ ബെനിഫിഷ്യറീസ് അല്ലേ. എന്താണ് ഈ പല ആൾക്കാർക്കും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ജോലി വരുന്നുണ്ട് അല്ലേ. എന്താണ് വരുന്നത് നോക്കിയേ, എന്തൊക്കെയാണ് ഇതാക്കുന്നത് നോക്കിയേ. ഉപകരണങ്ങളും യന്ത്രങ്ങളും നിർമ്മിക്കുന്നതിനും ഉപയോഗക്ഷമമാക്കുന്നതിനും എന്താണ് നിരവധി ആളുകളുടെ സേവനം നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അതായത് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉണ്ടാക്കാനും പിന്നെന്താണ് അത് പ്രവർത്തിക്കാനും എന്താണ് ഒരുപാട് ആൾക്കാരെ എന്താണ് സഹായം നമുക്ക് ആവശ്യമാണ് അല്ലേ. ആർ ഇൻ ദർ മോർ ജോബ്സ് അസോസിയേറ്റഡ് വിത്ത് ബസ്സസ്. പിന്നെ എന്തൊക്കെ ജോബ്സുകളാണ് ഈ ബസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കറിയോ? ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോബ്സ് ഉണ്ട് അല്ലേ. നോക്കൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ലൈക്ക് പെയിൻറ്റിങ്, ക്ലീനിങ് ആൻഡ് ഗ്രീസിങ് ആർ റിക്വയർഡ് ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് എ ബസ് അല്ലേ. ബസ് നന്നായി ഓടണം എന്നുണ്ടെങ്കിൽ എന്താക്കണം, അത് പെയിൻറ്റ് ചെയ്യണം, അതുപോലെ ക്ലീൻ ചെയ്യണം, പിന്നെ ഗ്രീസ് കൊടുക്കണം, ഒക്കെ ചെയ്യണം അല്ലേ. ഈച്ച് ഓഫ് ദീസ് ജോബ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഓരോ ജോബ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വർക്കേഴ്സ് ഹു ഡു ദീസ് ജോബ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആ ജോബ് ചെയ്യുന്ന വർക്കേഴ്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓൾ ജോബ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഗ്രേറ്റ്. എല്ലാ ജോബുകളും എന്താണ് ഭയങ്കര significant and great ആണല്ലേ. സോ ദർ ഷുഡ് നോട്ട് ബി എനി ഡിസ്ക്രിമിനേഷൻ അമംഗ് വർക്കേഴ്സ് ഡൂയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്മൾ ഒരിക്കലും എന്താണ് വേർതിരിവ് കാണിക്കാൻ പാടില്ല. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ജോലിൻ്റെ അന്തസ്സുണ്ട് അല്ലേ. നോക്കിയോ, ഒബ്സർവ് ദ പിക്ചർ. നോക്കിയാൽ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ് അല്ലേ. ഇവിടെ നോക്കിയാൽ എന്താണ് സ്കാനിങ് അല്ലേ. ഇവിടെ നോക്കിയാൽ പുല്ല് വെട്ടുന്നു. ഇവിടെ നോക്കൂ തെങ്ങ് കയറുന്നു അല്ലേ. വാട്ട് ആർ ദി യൂസസ് ഓഫ് ഡിവൈസസ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്. ഈ പിക്ചറിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. വാക്വം ക്ലീനർ അല്ലേ, ടു ക്ലീൻ റൂംസ് അല്ലേ. എന്താണ് ഫസ്റ്റ് എന്താണ് ക്ലീൻ റൂം ക്ലീൻ ചെയ്യാനാണ് എന്താക്കുന്നത് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ദെൻ അപ്പോൾ ഇവിടെ എന്തൊക്കെയാന്ന് നോക്കിയാൽ അവിടെ സ്കാനിങ്ങിൻ്റെ ഇതിൽ എന്താ ഇത് ഗ്രാസ് കട്ടർ വരുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ ഗ്രാസ് കട്ടർ എന്താണ് കട്ടിങ് ദ ഗ്രാസസ് അല്ലേ. പിന്നെ എന്താണ് ക്ലൈംബിങ് ട്രീസ് അല്ലേ, എന്താണ് നമ്മൾ തേങ്ങയൊക്കെ എടുക്കാനുള്ളത് അല്ലേ. Then next നോക്കൂ, name the devices you are familiar with. What are the jobs related to them? Complete the table by adding more devices and the related jobs. നിങ്ങൾക്ക് അറിയുന്ന ഡിവൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആ ജോബ്സ് ആയിട്ട് റിലേറ്റപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുക. കൂടുതൽ ഡിവൈസ് എഴുതാനാണ് ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡിവൈസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കൂ, ഡിവൈസ് ടെലിവിഷൻ എന്താ റിലേറ്റഡ് ജോബ്സ്, ബിസിനസ്സും ടി വി മെക്കാനിക്കും ആണ് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോബ് എന്താണ് ടി വി മെക്കാനിക്കും അതുപോലെ എന്താണ് ബിസിനസ്സും അല്ലേ. ടെലിവിഷൻ എന്താണ് കേടായി നമ്മൾ നന്നാക്കണ്ടേ. ഇനി ക്യാമറ, ബിസിനസ്സും ക്യാമറമാനും അല്ലേ. നെക്സ്റ്റ് എന്താ വുഡ് കട്ടിങ് മെഷീനും എന്താണ് മരം കട്ട് ചെയ്യുന്നത് അല്ലേ. അതും എന്താണ് റിലേറ്റഡ് ജോബ് എന്തൊക്കെയാണ് കട്ടേഴ്സിന് അല്ലേ. അപ്പോൾ എന്താണ് എന്താണ് കാർപ്പൻറ്ററിനും വുഡ് കട്ടറിനാണ് എന്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി വരുന്നത് അല്ലേ, വുഡ് കട്ടിങ്. ഇനി മൊബൈൽ ഫോണോ, മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി. കമ്പ്യൂട്ടറിന് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിനാണ്. റെഫ്രിജറേറ്ററിന് എന്താണ് ഐസ്ക്രീം മേക്കറിന്. പിന്നെ ട്രാക്ടറോ ഫാർമറിന് ട്രാക്ടർ ഡ്രൈവർക്ക് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി വരുന്നത് അല്ലേ. ഓക്കെ. ഇൻവെൻഷൻ ഓഫ് ന്യൂ ടൂൾസ് ആൻഡ് മെഷീൻസ് ഹാവ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ന്യൂ ജോബ്സ് അല്ലേ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ടൂൾസും ഒക്കെ എന്താ അതിൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ മെഷീൻ്റെയും ടൂൾസിൻ്റെയും ഒക്കെ കണ്ടുപിടുത്തങ്ങൾ എന്താണ് ഒരുപാട് ജോബുകൾ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ടെലിവിഷൻ, മൊബൈൽ ഫോൺസ് ആൻഡ് ദ ലൈക്ക് ഹെൽപ്പ് us to know about the events happening in any part of the world അല്ലേ. ടി വി ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിൽ അതുപോലെ എന്താണ് നമ്മളെ സഹായിക്കും എന്ത് പല വേൾഡിൻ്റെ പല ഭാഗത്തുള്ള സംഭവങ്ങൾ അറിയാനൊക്കെ എന്താണ് അത് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻ്റർനെറ്റ് ഈസ് ഇറ്റ് പോസിബിൾ ടു യൂസ് ഡിവൈസസ് സച്ച് ആസ് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ആൻഡ് ദ ലൈക്ക് ടു സീ ആൻഡ് ടോക്ക് ടു പീപ്പിൾ ഹു ആർ ഫാർ അവേ അല്ലേ. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി എന്താണ് നമ്മൾ ഡിവൈസ് ഉപയോഗിക്കുന്നത് എങ്ങനെ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണ് അതുപോലെ പലതും എന്താണ്
നമുക്ക് എന്താ ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ദൂരത്തെ ലാൻഡിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇൻ്റർനെറ്റിനോട് സഹായത്തോടു കൂടി നമുക്ക് എന്താക്കാൻ പറ്റും, ആരെ വിളിക്കാനും കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റൂ അല്ലേ. ഈച്ച് ഇൻവെൻഷൻ ഹാസ് മെയ്ഡ് ഹ്യൂജ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്സ് ആൻഡ് ഇൻ ദ വേൾഡ് അല്ലേ. ഓരോ ഇൻവെൻഷനും ഓരോ കണ്ടുപിടുത്തം എന്താണ് മനുഷ്യന്മാരെ ജീവിതത്തിൽ തന്നെ എന്താണ് വലിയ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് അല്ലേ. ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്താ വലിയ വലിയ മാറ്റങ്ങളാണ് ഓരോ കണ്ടുപിടുത്തങ്ങളും സഹായിക്കുന്നത് അല്ലേ. ഇൻവെൻഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ഇൻ ഹിസ്റ്ററി അല്ലേ. ഹിസ്റ്ററിയിൽ എന്താണ് ഈ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ് വലിയൊരു സംഭവം തന്നെയാണ്. ഇൻവെൻഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഇപ്പോൾ പുതിയ വന്നതാണ് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ പുതിയതല്ല കുറച്ചായില്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കണ്ടുപിടുത്തം എന്താണ് ഹാസ് ബീൻ ലീഡിങ് ടു മേജർ ചേഞ്ചസ് അല്ലേ. അപ്പോൾ എന്താണ് അതിലൊക്കെ എന്താണ് വലിയ വലിയ ചേഞ്ചസ് വന്നു അല്ലേ. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറെൻറ്റ് ഫീൽഡ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് യൂസ്ഡ്. ചിത്രം നോക്കിയിട്ട് ഏതൊക്കെ തന്നിരിക്കുന്ന ചിത്രം നോക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക ഡിഫറെൻറ്റ് ഫീൽഡ് ഏതൊക്കെ ഫീൽഡിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നത് നോക്കുക. നോക്കിയേ, an American computer scientist John McCarthy is hailed as the father of artificial intelligence. അപ്പോൾ നോക്കിയാൽ അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയ ജോൺ മെക്കാർത്തി ആണെന്ത് ഈ ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേട്ടോ. ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ ആരാന്ന് ചോദിച്ചാൽ ആരാ പറയേണ്ടത്? എന്താണ് ജോൺ മെക്കാർത്തി കേട്ടോ. ജോൺ മെക്കാർത്തി ആണ് എന്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AIൻ്റെ ഫാദർ. ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തുന്ന ഏതൊക്കെ മേഖലകളാണെന്ന് നോക്കിയേ. ക്ലാസ് റൂമിലെ പിന്നെന്താണ് നമുക്ക് മാപ്പിൽ അല്ലേ. പിന്നെ അതുപോലെ എന്താണ് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. ഇനി എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.